തിരുവനന്തപുരം വട്ടിയൂർക്കാവുന്ന തിരുമലയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 3 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ്. കമ്പാരിറ്റീവ്ലി ബജറ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റിയൊരു വീടാണ്. ലോ ബജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നല്ലൊരു ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ വട്ടിയൂർക്കാവുന്ന വരുവാണെന്നുണ്ടെങ്കിൽ കുണ്ടമംഗടവ് പോകുന്ന ആ റൂട്ടിൽ വരുമ്പോഴത്തേക്കും തിട്ടമംഗലം ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് തിട്ടമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാം. ആ റോഡ് അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് ഒരു 150 മീറ്റർ വരുമ്പോഴത്തേക്ക് ഒരു 4 മുക്ക് ജംഗ്ഷൻ വരും. അവിടെ ആ ട്രാൻസ്ഫോമറിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി അകത്തേക്ക് ഒരു 100 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരും. അതായത് വട്ടിയൂർക്കാവ് നിന്ന് കുണ്ടമംഗടവ് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ 500 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നേരെ നമ്മുടെ തിരുമലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വലിയവള വന്ന് അവിടെ നിന്ന് കുണ്ടമംഗടവ് പാലത്തിന് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തിട്ടമംഗലം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ തിട്ടമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കാണാം. അതുവഴി വന്നാൽ മതിയാവും. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വട്ടിയൂർക്കാവ് ഭാരതീയ വിദ്യാഭവനിലേക്കൊക്കെ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പിന്നെ ഒത്തിരിയധികം സ്ഥാപനങ്ങൾ നമുക്കിവിടെ CPT ISROൻ്റെത് ഇങ്ങനെയൊക്കെ ഒത്തിരിയധികം സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. നമുക്കിതാ ഈ രീതിയിലാണ് മുൻവശം വരുന്നത്. നമ്മുടെ ഈ ഒരു ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 വശത്തായിട്ട് ഇങ്ങനെ റോളിംഗ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിങ്ങിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് സ്ഥലം വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തുണി നനയ്ക്കാനുള്ള സൗകര്യം. ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത്. നമുക്ക് ഈ ഒരു ചുറ്റോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. നമുക്കിനി ഈ വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ വരാന്ത സ്പേസിൽ വരുമ്പോഴത്തേക്കും ഈ ടൈലിൽ ചുമരിൽ ഫുള്ളായിട്ട് ഇതുപോലെ വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഈ ഒരു പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. മുൻവശത്തുള്ള വാതിൽ കട്ടള ഇതൊക്കെ വരുന്നത് പ്ലാവിൻ തടിയിലാണ്. അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് വയ്ക്കാം. ഇതിങ്ങനെ ഒരു പോളിഷ് ചെയ്ത് ആ രീതിയിലൊരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് വയ്ക്കുന്നതിനുള്ള അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ ഈ ടൈലൊട്ടിച്ചപ്പോൾ. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. മേളിൽ സ്ലാബ് ചെയ്ത് അവിടെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് യാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് വരുന്നതിൽ താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും നമുക്ക് സീലിങ്ങിലെല്ലാം ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഒത്തിരിയധികം നിഷുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതിനകത്ത് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തപ്പോൾ നീറ്റായിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് സാനിറ്ററി വേഴ്സൊക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് എല്ലാം തന്നെ സ്റ്റീലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേഴ്സിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് രാത്രി ആയാലും വേറെ പ്രകാശത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. ഇവിടെയൊക്കെ ഇതുപോലുള്ള ഡ്രോപ്സ് കണക്കാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലായാലും അങ്ങനെ ഒരു ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു കോമൺ സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂമുകളിലേക്ക് ആക്സസ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ആണ്. നമ്മൾ താഴെ കണ്ടതുപോലെ സെറ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അതുവഴി ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെ സെയിം ലേഔട്ടിൽ അതുപോലെ തന്നെ കാണുന്നൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും നമുക്ക് ഈ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചുമരിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. ഇതിലായാലും വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു പില്ലറിലും ഈ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത്.
ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. തിരുമല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് 2.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് നിന്നും ഈ പറഞ്ഞ സിമിലർ ഡിസ്റ്റൻസേ ഉള്ളൂ. 2.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നല്ല രീതിയിൽ റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്, വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചു. ഉദ്ദേശിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. 3 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഉദ്ദേശിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.